ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ആർ സ്റ്റേയിങ് ഹാപ്പി ആൻഡ് ഹെൽത്തി. കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് എനിമൽസിനൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വാച്ചിങ്. നല്ലൊരു അടിപൊളി സൂ ലൊക്കേഷൻ പരിചയപ്പെടുത്താം. ഇന്നത്തേത് ഒരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ അവരെ എവിടെയെങ്കിലും ഒരു നല്ലൊരു സ്പോട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് വീക്കെൻഡ് ആയിട്ട് ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ ആദ്യം തന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ഫുഡൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് പോയിട്ട് ആദ്യം പോയത് ഷാർജ സിറ്റി സെൻറ്ററിലാണ്. മാധുവിന് ഷൂ നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അങ്ങനെ അവിടെ പോയി അൽബേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് അവിടുത്തെ നഗ്ഗറ്റ്സും അതുപോലെ തന്നെ ചിക്കനൊക്കെ. അപ്പോൾ നഗ്ഗറ്റ്സും ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ കുറേ പേരുടെ സംശയമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിസ്കാരമൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യാന്നുള്ളത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ മാളിലും അതുപോലെ തന്നെ ഏത് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാലും ഇവിടെ പ്രയർ റൂം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ടൈമിന് തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. എല്ലാ വീക്കെൻഡിലും പുറത്തു പോകാറൊന്നുമില്ല. പക്ഷെ എന്നാലും കുട്ടികൾക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ സ്പോട്ടിൽ പോകുമ്പോൾ അവരും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. ഇന്നത്തെ നമ്മുടെ യാത്ര ഷാർജ ഡെസേർട്ട് പാർക്കിലേക്കാണ്. അൽദെയ്ദ് റോഡിൽ വരുന്ന അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്ററിലാണ് നമ്മൾ പോകുന്നത്. ഇതൊരു വാസ്റ്റായിട്ട് കിടക്കുന്ന ഡെസേർട്ടിലായതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡെസേർട്ട് പാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും 4 പാർക്കുകളാണുള്ളത്. 15 ദിർഹംസ് ആണ് ഇവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അതായത് ചിൽഡ്രൻ എബോവ് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 15 ദിർഹംസ് നമ്മൾ പേ ചെയ്യണം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇവിടെ പോകുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു 2:30 എത്താൻ ശ്രമിക്കുക. കാരണം 6:30 മണിക്കാണ് ഇതിൻ്റെ ക്ലോസിങ് ടൈം. അപ്പം 4 പാർക്കും ചുറ്റി നടന്ന് കാണണമെങ്കിൽ ഏകദേശം ആ ടൈം വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്കാണ്. ഇതൊരു ഇൻഡോർ സൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടത്ത് നടക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഫുള്ളി AC ആണ്. ഈ ഒരു പോർഷൻ കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ. എനിക്കും ഒട്ടും കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണിത്. റെപ്റ്റൈൽസ് ആണ്. അതിൽ കൂടുതലും നമുക്ക് സ്നേക്കിനെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. സംഭവം പേടിയല്ല, പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു വിയേർഡ് ഫീലിംഗ് ആണ്. എന്തായാലും ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരുവിധം എല്ലാ സ്പീഷീസ് ഓഫ് സ്നേക്സും ഇവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ശരിക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ വളരുന്ന കുട്ടികൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത് വളരെ കുറവാണ്. അപ്പം അവർക്ക് എനിമൽസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണിത്. ഇത് ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ലിസാർഡാണ്. അപ്പം ഇതേപോലത്തെ ഒരുപാട് ലിസാർഡിൻ്റെ സ്പീഷീസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എഗ്സ് ഒക്കെ ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡ് ഇങ്ങനെ മാന്തുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെ എനിമൽസ് ഉണ്ടാകുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ വായിച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാം. ഇത് പിന്നെ നമ്മൾ കുറേ കണ്ടിട്ടുള്ള സാധനമായിരിക്കും. ഫ്രോഗ് നമ്മളെ നാട്ടിലൊക്കെ ചതുപ്പ് പ്രദേശങ്ങളിലും പാടത്തും ഒക്കെ ധാരാളം ഉണ്ടാവും ഇങ്ങനത്തെ തവളകൾ. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും ഡെസേർട്ടിൽ തവള ഉണ്ടോ എന്നുള്ളത്. ഇവിടെ പല സ്ഥലങ്ങളിലും വെറ്റ്ലാൻഡ്സ് ഉണ്ട്, അതായത് ചതുപ്പ് പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ പാടത്തുണ്ടാവുന്ന കൈൻഡ് ഓഫ് ചെറിയ ചെറിയ ക്രാബുകളും ഫ്രോഗ്സും ഒക്കെ ഇവിടെ UAE-യിലും കാണാൻ പറ്റും. പിന്നെ ചെറുതും വലുതുമായ പലതരത്തിലുള്ള ഫിഷുകളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷേ സ്നേക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കാണുമ്പോൾ അത്ര നമുക്ക് സുഖം കിട്ടുന്ന സാധനമല്ല. സാധാരണ സൂവിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. ഈ അനിമൽസിനെ ഇത്രയും ഇങ്ങനെ കേജ്ഡ് ആയിട്ടാണല്ലോ ഇട്ടിട്ടുള്ളത്, അവർക്ക് അധികം മൂവ് ചെയ്യാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ ഇവിടെ വളരെയധികം കെയറോട് കൂടിയിട്ട് ശരിക്കും ഭയങ്കര ഫ്രീ ആയിട്ടാണ് അവരെ വിട്ടിട്ടുള്ളത്. അവർ ശരിക്കും ആ ഡെസേർട്ട് ഫീലിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബേർഡ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓപ്പൺ സ്പേസിലാണ് ഈ ബേർഡ്സിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ തലയുടെ മീതെ കൂടെ ഒക്കെ ബേർഡ്സ് പറക്കും. അപ്പോൾ ശരിക്കും നമുക്ക് അവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനും ബേർഡ്സിനെ നിരീക്ഷിക്കാനും ഒക്കെ പറ്റിയൊരു ആപ്റ്റ് ലൊക്കേഷനാണിത്. കുട്ടികൾക്ക് കൂടുതലായിട്ടും അതിൻ്റെ ഹാബിറ്റേറ്റിനെ പറ്റി പഠിക്കാനൊക്കെ ശരിക്കും ഈ ഒരു സംഭവം നല്ലതാണ്. ഇവിടെ തന്നെ ഒരു സ്പോട്ടിലായിട്ട് കുറേ നെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ നെസ്റ്റിൽ കിളി വന്നിട്ട് ഇരിക്കുന്നതും കിളി മുട്ടയിടുന്നതും പിന്നെ കിളികൾ ഭക്ഷണം കൊടുന്നു വെക്കുന്നതും ഒക്കെ നമുക്ക് ശരിക്കും ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും തോന്നുന്നില്ല. അതിൻ്റെ ഉള്ളിൽ വന്ന് കയറിയുണ്ടോ? ഡെസേർട്ട് കാറ്റ്.
ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഡെസേർട്ടിൽ കാണപ്പെടുന്ന പൂച്ചകൾ, മംഗൂസ്, ഫോക്സ് അങ്ങനെയുള്ള എനിമൽസാണ് പിന്നെ ഉണ്ടായിരുന്നത്. എന്താണോ സാധനം? അതപ്പോ വെയിലത്തേക്ക് വരും, അപ്പൊ കാണാം. പാർക്ക് പുറത്താ. ഇവിടെ കൊണ്ടോക്ക് ഒരാള്, രണ്ടാള്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കം കഫേ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു കഫേയുടെ എൻട്രൻസിൻ്റെ സൈഡിലായിട്ടാണ് ഇതുപോലെ ഒരു ഈജിപ്ഷ്യൻ വൾച്ചർ ഉള്ളത്. പിന്നെ നമുക്ക് ഈ കഫേയിൽ ഇരുന്നുകൊണ്ട് കാപ്പിയും ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ ഒരുപാട് ഗസല്ലേസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒറിക്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. അറേബ്യൻ വൈൽഡ് ലൈഫിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു എനിമൽ സ്പീഷീസാണ് ബബൂൺസ്. ബബൂൺസ് വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് മങ്കീസ് എന്നാണ് അറിയപ്പെടുന്നത്. ബബൂൺസിൻ്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇൻഷാല്ലാ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് കുട്ടികളെ ഏറ്റവും എൻജോയ് ചെയ്തത് ബബൂൺസിനെ കണ്ടപ്പോഴാണ്. പിന്നെ ഇവിടെ വൂൾസ് ഉണ്ടായിരുന്നു, ഹീന ഉണ്ടായിരുന്നു, പിന്നെ ലെപ്പഡ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെയാണ് പിന്നെ ഓരോന്ന് കണ്ടിരുന്നത്. വൈൽഡ് ലൈഫ് സെൻറ്ററിൽ നിന്ന് നമ്മൾ എനിമൽസിനൊക്കെ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കണ്ട എനിമൽസിൻ്റെ പിക്ചേഴ്സ് തന്നെയാണ് ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത്. അത് അവർക്ക് ഇരുന്ന് കളർ ചെയ്യാം. അപ്പോൾ അത് കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അടുത്തത് ഞങ്ങൾ പോയത് എൻ്റെ ഫേവറേറ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള പെറ്റിംഗ് ഫാമിലേക്കാണ്. അപ്പോൾ ഇത് ചിൽഡ്രൻസ് പെറ്റിംഗ് ഫാമാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സംഗതികളുണ്ട്, അതുപോലെ തന്നെ കുറേ ബുക്സ് ഉണ്ട് വായിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണിത്. പിന്നെ ഇവിടെ മെയിനായിട്ടും വരുന്നത് പെറ്റ് കൈൻഡ് ഓഫ് എനിമൽസ് ആണ്. ബേർഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബഡ്ജെറിയർ, പീക്കോക്ക്, പിന്നെ ഹെൻസ് ഉണ്ട്, ക്യാമലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷീപ്സ്, അങ്ങനെ പെറ്റായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ കുറേ ക്യൂട്ട് എനിമൽസ് ആണുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഒരു പുല്ലിൻ്റെ കെട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് പുല്ലെടുത്തിട്ട് ഇവരെ ഫീഡ് ചെയ്യാം, എനിമൽസിനെ ഫീഡ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഇത് കുട്ടികൾക്ക് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. വിഷു തൊട്ട അതൊന്നും ചെയ്യൊന്നുമില്ലടേ, അതിന് കൊമ്പൊന്നുമില്ല. കൈ നക്കിയിട്ടല്ലേ ഉള്ളൂ. അതിന് തൊടരുത് കേട്ടാ, തൊടാൻ പോവരുത് കേട്ടാ. ആ കൊമ്പുണ്ട്, അതിൻ്റെ അടുത്തേക്ക് വല്ലാണ്ട് പോകണ്ട. ബ്ലാക്കിനോടുത്തൊക്കെ നക്കും, ബ്ലാക്കിനോടുത്താ നക്കും. ഞാനൊന്ന് കുറച്ചേരം ഫുഡ് കൊടുക്കട്ടെ.
കുട്ടികളെ അനിമൽസിനൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ ഹാൻഡ് വാഷ് ഏരിയ ഉണ്ട്, അവിടെ സോപ്പും വെള്ളമൊക്കെ ഉണ്ട്. കുട്ടികളെ കൈയൊക്കെ കഴുകി ഫ്രഷ് ആക്കിയതിന് ശേഷം തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പോൾ ഇവിടെ കുറേ അനിമൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇഷ്യൂന് കൊടുത്തു. അപ്പോൾ അവരതൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇസ്ലാമിക് ഗാർഡനിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് പാർക്ക് വരുന്നത്. ഇവിടെ ഖുറാനിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ ചെടികളെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു ഓഡിയോ ഫോർമാറ്റിലും അതുപോലെ തന്നെ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരത് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പാർക്കിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ഫൗണ്ടെയിൻ പോലത്തെ സെറ്റപ്പും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒറിക്സിനെ കാണാൻ പറ്റിയൊരു ലൊക്കേഷനൊക്കെ ഉണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ് അതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ. ഇതുപോലെ LCD ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ പ്ലാന്റിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഒരു ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ് നമുക്ക് കാണിച്ചു തരും. ഇസ്ലാമിക് ഗാർഡനിൽ ഇറങ്ങിയ ശേഷം അതിൻ്റെ പുറത്ത് തന്നെ ഇതുപോലെ ഒരു ലോൺ ഏരിയ ഉണ്ട്. കുറേ മരങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇനി നെക്സ്റ്റ് പോകുന്നത് മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയം എന്ന് പറയുമ്പോൾ അവിടെ കുറേ സ്റ്റഫ്ഡ് അനിമൽസ്, ബേർഡ്സ്, പിന്നെ ഇതുപോലത്തെ കുറേ സംഗതികൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഡൈനോസറിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുള്ളതും പിന്നെ ക്യാമലിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളും ഓൾഡായിട്ടുള്ള റോക്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ, ഫോസിൽസിനെ പറ്റി പഠിക്കാനുള്ളത്, അങ്ങനെ കുറേ എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കുറച്ചും കൂടി വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇതുപോലെ റെഫറൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ മ്യൂസിയം കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ഓൾറെഡി 3 പാർക്ക് വിസിറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഓടി നടന്നിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നെ ഞങ്ങളിത് സെക്കൻഡ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വിസിറ്റ് ചെയ്ത ടൈമിൽ മാധു ഭയങ്കര ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ശരിക്കും ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പാടില്ല. അമ്മ അതാ പോണം. മെറൈൻ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസ് ഓഫ് ഫിഷസും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേറൊരു സെക്ഷനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫ്ലവേഴ്സിനെ പറ്റിയിട്ട് ഒരു സൈഡിൽ, പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സിനെ പറ്റി വേറൊരു സൈഡിൽ, അങ്ങനെ. പിന്നെ ഈ പാർക്കിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാം. അപ്പോൾ ഈവനിങ് ഒരു 5:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം കണ്ടു കഴിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സുഖമായിട്ട് ഒരു 6 മണി വരെ അവിടെ കളിക്കാം. വൈൽഡ് ലൈഫ് സെൻറ്ററിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ടീ വേൾഡ് കഫ്റ്റീരിയയിലേക്കാണ്. ഇത് ബുത്തീന നെസ്റ്റോൻ്റെ സൈഡിൽ വരുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഇന്ന് കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചു, പഴംപൊരിയൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.